ചടയമംഗലത്ത് 5 പേരുടെ മരണത്തിനിടയാക്കിയ ബസ് അപകടത്തിനു കാരണം സ്വകാര്യ ബസിന്റെ അമിത വേഗതയെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞു. തിങ്കളാഴ്ച രാവിലെ ചടയമംഗലം ശ്രീരംഗ വളവിലാണ് അപകടം നടന്നത്. തിരുവനന്തപുരത്ത് നിന്നും പമ്പയ്ക്ക് പോയ KSRTC പാസ്റ്റ് പാസഞ്ചറും പുനലൂരിൽ നിന്ന് കടയ്ക്കലിലേക്ക് വന്ന ത്രിവേണി എന്ന സ്വകാര്യ ബസും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കടയ്ക്കൽ CI V രജികുമാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഉടൻ അന്വേഷണം പൂർത്തിയാകുമെന്നും കുറ്റക്കാരായവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും CI V രജികുമാർ പറഞ്ഞു. വിശദമായ പഠനങ്ങൾക്ക് ശേഷം അപകടം നടന്ന സ്ഥലത്ത് സൂചനാ ബോർഡുകളും റോഡിൽ ഡിവൈഡറുകളും സ്ഥാപിക്കുന്നതിനും നടപടികൾ സ്വീകരിക്കും എന്നും അദ്ദേഹം പറഞ്ഞു. ഇത് സംഭവിച്ചിരിക്കുന്നത് പറയുന്നത് ഈ പ്രൈവറ്റ് ബസിന്റെ ഓവർ സ്പീഡാണ് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് കാണുന്നത്. വളരെ വേഗത്തിൽ വന്നിട്ട് ബസ് ഒന്ന് ചവിട്ടിയാൽ അത് പാളുന്ന ഒരു അവസ്ഥയുണ്ട്. ആ ഒരു അവസ്ഥയിൽ എത്തിയിട്ട് ബസ് ചെന്നിട്ട് KSRTC ബസ്സിൽ ഇടിച്ചു വലിച്ച് അതിന്റെ ആ ഒരു സൈഡ് പോകുന്നതിനിടയാക്കിയ ഒരു സംഭവമായിട്ടാണ് പഠനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അല്ല, മെക്കാനിക്കൽ ഡിഫക്ട്സ് ഒന്നും ഇല്ല എന്നുള്ളത് നേരത്തെ തന്നെ അതിന്റെ വിദഗ്ധർ പറഞ്ഞു കഴിഞ്ഞു. ഇത് ഡ്രൈവറുടെ ഭാഗത്ത് വന്ന ഒരു പാളിച്ചയാണ്, ചെറിയൊരു പാളിച്ചയാണ് ഇത്രയും വലിയൊരു അപകടം ഉണ്ടാക്കിയത്. ഇതുവരെ 5 പേരുടെ മരണം സംഭവിച്ചു. ഈ ഭാഗത്ത് വരുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് KSTPയും അതുപോലെ RTO തുടങ്ങിയ ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ട് ഇന്നലെ തന്നെ ചർച്ചകളും കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെ സ്ഥലത്ത് വന്നിട്ടുണ്ട്, ബഹുമാനപ്പെട്ട കളക്ടർ വന്നിട്ടുണ്ട്, ബഹുമാനപ്പെട്ട SP വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്തരം ഉന്നത ഉദ്യോഗസ്ഥന്മാരെല്ലാം സ്ഥലത്ത് വന്നിട്ടുണ്ട്. എല്ലാവരും ചേർന്നിട്ട് ഇത് ഒഴിവാക്കുന്നതിനുള്ള നടപടികളും കാര്യങ്ങളും ഉടനെ തന്നെ സ്വീകരിക്കുന്നുണ്ട്. റോഡിൻ്റെ കാര്യങ്ങളിൽ ഒരുപാട് ശ്രദ്ധ കൊടുക്കുന്നതിനുള്ള ശ്രമം ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഈ ഭാഗത്തെ റോഡ്, ഈ ശ്രീരംഗം വളവിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ആക്സിഡന്റ് ഒഴിവാക്കുന്നതിന് പ്രത്യേകം ചില റോഡിലെ പരിഷ്കാര കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നുണ്ട്. ആക്സിഡന്റ് ഒഴിവാക്കുന്നതിനുള്ള ബോർഡുകളും സൈഡ് ബോർഡുകൾ, അതുപോലെ തന്നെ നടക്ക് ഡിവൈഡർ കൊണ്ടുവരുന്നതിനുള്ള സംവിധാനമൊക്കെ ഇന്നലെ തന്നെ ചർച്ചയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കാലതാമസം ഇല്ലാതെ തന്നെ നടപ്പിലാക്കാമെന്നുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചടയമംഗലം.